ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ 4-ാമത്തെ യൂണിറ്റിലെ 2-ാമത്തെ ഭാഗമാണ് കേട്ടോ. ദ ടീം റെയിൻ എന്നത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി 2-ാമത്തേത് ഏതാണ്? ഹൂ ക്യാൻ ഫ്ലൈ, ആർക്കാണ് പറക്കാൻ കഴിയുക. ചിത്രത്തിൽ ഒരു കുഞ്ഞിക്കിളിയും ഒരു അമ്മക്കിളിയെയും കാണുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് പാഠത്തിൽ എന്താ പറയുന്നത് നോക്കാം. മക്കൾ ചിത്രത്തിലേക്ക് നോക്കിക്കേ, എന്താ അവിടെ കാണുന്നത്? കുറച്ച് കുട്ടികൾ പല നിറത്തിലുള്ള പട്ടങ്ങൾ പറപ്പിക്കുകയാണ്. മക്കൾ പട്ടം പറപ്പിച്ചിട്ടുണ്ടോ? ഈ പട്ടം പറപ്പിക്കുന്നതും നോക്കി കുഞ്ഞിക്കിളിയും അമ്മക്കിളിയും ഇരിക്കുന്നുണ്ട് അല്ലേ. ചിൽഡ്രൻ വേർ ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ എ വാലി. ഇവിടെ മലയുടെ താഴ്ഭാഗത്ത് നിന്നാണ് അവർ പട്ടങ്ങൾ പറപ്പിക്കുന്നത്. റെഡ്, യെല്ലോ, ഗ്രീൻ കൈറ്റ്സ് ഓഫ് മെനി കളേഴ്സ്. ചുവപ്പ്, മഞ്ഞ, പച്ച പോലെ ഒരുപാട് കളേഴ്സിലുള്ള പട്ടങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട കുഞ്ഞിക്കിളി അമ്മക്കിളിയോട് എന്താ പറയുന്നത്? ലുക്ക് മമ്മ, ഹൗ നൈസ്, ഐ ടു വാണ്ട് എ കൈറ്റ് അല്ലേ. അമ്മ നോക്ക്, എന്ത് രസമാണല്ലേ. ഐ ടു വാണ്ട് എ കൈറ്റ്, എനിക്കും വേണം ഒരു പട്ടെന്ന് പറയാണ് കുഞ്ഞിക്കിളി. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? ഓക്കെ ഡിയർ, ലെറ്റ്സ് മേക്ക് വൺ. ആയിക്കോട്ടെ, നമുക്കൊന്ന് ഉണ്ടാക്കാമെന്ന് പറയാണ്. അങ്ങനെ അവരൊരു പട്ടം ഉണ്ടാക്കില്ലേ. ഏതാണ് പട്ടത്തിൻ്റെ കളറ്? റെഡാണ് അല്ലേ. ദേ മെയ്ഡ് എ കൈറ്റ്. അങ്ങനെ അവരൊരു പട്ടം ഉണ്ടാക്കി. ഇറ്റ് വാസ് എ റെഡ് കൈറ്റ് വിത്ത് ബ്ലൂ വിങ്സ് ആൻഡ് യെല്ലോ ടെയിൽ. ചുവന്ന കളറുള്ള പട്ടമാണ്. അതിൻ്റെ ആ കൈകൾ കണ്ടോ, ആ നൂല്, അതെന്താണ്? ബ്ലൂ വിങ്സ് ആണല്ലേ, ചിറകുകൾ നീല കളറാണ്. പിന്നെ വാലോ, ആ നൂലിനാണ് കേട്ടോ വാല് വരെ. നമ്മൾ പട്ടം പറപ്പിക്കുന്ന ആ നൂല് ഏതാണ് കളറ്? യെല്ലോ കളറാണ് അല്ലേ. അങ്ങനെ ബേബി സ്പാരോ ഫ്ലൂ ദ കൈറ്റ് അല്ലേ. അങ്ങനെ ഈ കുഞ്ഞു കുരുവി പട്ടം പറപ്പിക്കാൻ തുടങ്ങി. ദ കൈറ്റ് റോസ് അപ്പ് ഇൻ ദ സ്കൈ. അങ്ങനെ പട്ടം പറന്ന് ആകാശത്തിലേക്ക് ഉയർന്നു. സഡൻലി എ വിൻഡ് ബ്ലൂ അല്ലേ. പെട്ടെന്നൊരു കാറ്റ് വന്നു. സ്നാപ്പ്, ദ കൈറ്റ് ലൈൻ സ്നാപ്പ്ഡ്. പട്ടത്തിൻ്റെ നൂല് പൊട്ടി. ദ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. അങ്ങനെ കൈറ്റ് എന്ത് ചെയ്തു? നൂല് പൊട്ടിയ സമയത്ത് ഒരു മരത്തിൻ്റെ ചില്ലയിൽ പോയിട്ട് കുടുങ്ങി, സ്റ്റക്കായി. അപ്പോൾ കുഞ്ഞിക്കിളി എന്താ ചെയ്യുന്നത്? ഓ മൈ കൈറ്റ്, ബേബി സ്പാരോ ജംപ്ഡ് അപ്പ്. അപ്പോൾ കുഞ്ഞിക്കിളി എൻ്റെ പട്ടമേന്ന് വിളിച്ചിട്ട് എന്താണ്? ചാടുകയാണല്ലേ. ബേബി സ്പാരോ, കുഞ്ഞു കുരുവി ചാടുകയാണ്. പക്ഷേ ഐ കാണ്ട് റീച്ച് ദ ബ്രാഞ്ച്. അപ്പോൾ കുഞ്ഞിക്കിളിക്ക് എന്താണ്? അത് ചാടി പിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ, അത് കുഞ്ഞിക്കിളിയല്ലേ. അപ്പോൾ അതിന് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാണ്. ഹി സ്റ്റാർട്ടഡ് ക്രൈയിങ്. അപ്പോൾ കഴിയാത്തത് കൊണ്ട് തന്നെ എന്തായി? അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ അതുവഴി ആരാ വരുന്നത്? ഒരു കൗ വരികയാണ് അല്ലേ, ഒരു പശു വരികയാണ്. ക്യാൻ യു ടേക്ക് മൈ കൈറ്റ്? കുഞ്ഞിക്കിളി ചോദിക്കുകയാണ്, കുഞ്ഞിക്കുരുവി ചോദിക്കുകയാണ്, ക്യാൻ യു ടേക്ക് മൈ കൈറ്റ്? നീ എന്നിൻ്റെ കൈറ്റ് ഒന്ന് എടുത്തു തരുമോ അല്ലേ, പട്ടം ഒന്ന് എടുത്തു തരുമോ ചോദിക്കുകയാണ്. അപ്പോൾ പശു എന്താ പറയുന്നത്? ഓ ഐ ആം സോറി, ഐ കാണ്ട് ഫ്ലൈ. എനിക്ക് കഴിയില്ല അല്ലേ, ക്ഷമിക്കണം, എനിക്ക് പറക്കാൻ കഴിയില്ല. ഐ ക്യാൻ ഓൺലി വാക്ക്, എനിക്ക് നടക്കാൻ മാത്രമേ കഴിയൂ എന്ന് പറയാണ്. അങ്ങനെ കുഞ്ഞിക്കുരുവി വിഷമിച്ച് നിൽക്കുകയാണ് അല്ലേ. അപ്പോഴാണ് ആര് വരുന്നത്? സ്നേക്ക് വരുന്നത്. എന്ത് സ്നേക്കാണ്? റാറ്റ് സ്നേക്കാണ് അല്ലേ, ചേരയാണ്. മൈ കൈറ്റ് ഈസ് സ്റ്റക്ക് ഓൺ ദ ട്രീ, ക്യാൻ യു ടേക്ക് ഇറ്റ് ഫോർ മീ? കുഞ്ഞിക്കുരുവി ചോദിക്കുകയാണ്, റാറ്റ് സ്നേക്ക്, എൻ്റെ പട്ടം മരത്തിൻ്റെ മുകളിൽ കുടുങ്ങിപ്പോയി, നീ ഒന്ന് എടുത്തു തരുമോ എന്നല്ലേ. ക്യാൻ യു ടേക്ക് ഇറ്റ് ഫോർ മീ, നീ അത് എനിക്കൊന്ന് എടുത്തു തരുമോ ചോദിക്കുകയാണ്. അപ്പോൾ സ്നേക്ക് എന്ത് മറുപടിയാ പറയാ? ബേബി സ്പാരോ, ഐ ക്യാൻ ഓൺലി ക്രോൾ, ഐ കാണ്ട് ഫ്ലൈ. എനിക്ക് ബേബി സ്പാരോ, എനിക്ക് ഇഴയാൻ മാത്രമേ കഴിയുള്ളൂ, എനിക്ക് പറക്കാൻ കഴിയില്ല എന്ന് പറയാണ്. പിന്നെ ആരാ വരുന്നത്? റാബിറ്റ് ആണ് അല്ലേ, മുയലാണ് വരുന്നത്. മുയലിനോട് കുഞ്ഞിക്കുരുവി ചോദിക്കുകയാണ്, അങ്കിൾ പ്ലീസ് ഹെൽപ്പ് മീ, അങ്കിൾ എന്നെ ഒന്ന് സഹായിക്കൂ. മൈ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ബ്രാഞ്ചസ്, എൻ്റെ പട്ട മരത്തിൻ്റെ മുകളിൽ കുടുങ്ങിപ്പോയി അല്ലേ. അപ്പോൾ റാബിറ്റ് എന്താ പറയുന്നത്? നോ വേ മൈ ഡിയർ, ഒരു വഴിയുമില്ല. ഐ ക്യാൻ ഓൺലി ഹോപ്പ്, ഐ കാണ്ട് ഫ്ലൈ, എനിക്കിങ്ങനെ ചാടി ചാടി പോകാൻ മാത്രമേ കഴിയുള്ളൂ, എനിക്ക്
പറക്കാൻ കഴിയില്ല. ഇനി ആരാ വരുന്നത്? മീനുകളാണല്ലേ, ഫിഷസ് ആണ്. ഇപ്പോൾ കുഞ്ഞിക്കുരുവി പറയാണ്, മൈ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രീ, ക്യാൻ യു ഫ്ലൈ ആൻഡ് ടേക്ക് മൈ കൈറ്റ്. അപ്പോൾ കുഞ്ഞിക്കുരുവി ചോദിക്കുകയാണ്, എൻ്റെ പട്ട മരത്തിൻ്റെ മുകളിൽ കുടുങ്ങിപ്പോയി, നിങ്ങളതൊന്ന് പറന്ന് ചെന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുകയാണ്. വി ക്യാൻ ഓൺലി സ്വിം, വി കാണ്ട് ഫ്ലൈ. അപ്പം മീനുകൾ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് നീന്താൻ മാത്രമേ അറിയുള്ളൂ, ഞങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. അപ്പോഴാണ് കുഞ്ഞിക്കുരുവിയുടെ അമ്മ അല്ലേ, അമ്മ സ്പാരോ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കുഞ്ഞിക്കുരുവി പറയും, മമ്മ ലുക്ക്, മൈ കൈറ്റ് ഈസ് ഓൺ ദ ട്രീ. മമ്മ നോക്ക്, എൻ്റെ പട്ടം ആ മരത്തിൻ്റെ മുകളിലാണ്. ഹൂ ക്യാൻ ഗെറ്റ് മൈ കൈറ്റ് ബാക്ക്. ആരാണ് എൻ്റെ പട്ട ഒന്ന് തിരിച്ചെടുത്ത് തരിക? അപ്പോൾ അമ്മക്കിളി എന്താ പറയുക? ഹ ഹ ഐ ക്യാൻ. ചിരിച്ചും കൊണ്ട് എന്ത് പറയും? ഐ ക്യാൻ, എനിക്ക് കഴിയും. മമ്മ സ്പാരോ ലാഫ്ഡ്. അമ്മ സ്പാരോ എന്ത് ചെയ്യാണ്? ചിരിക്കുകയാണ് അല്ലേ. കുഞ്ഞിക്കിളി ചെറിയ പറക്കാൻ കഴിയാത്ത കിളി ആയതുകൊണ്ട് തന്നെ കുഞ്ഞിക്കിളിക്ക് പറക്കുന്നത് ആരാന്നറിയില്ല അല്ലേ. അവർക്ക് തന്നെയാണ് പറക്കാൻ കഴിയാന്നുള്ളത് കുഞ്ഞിക്കുരുവിക്ക് അറിയില്ല. അപ്പോൾ എന്താണ്? മമ്മ സ്പാരോ ഫ്ലൂ അപ്പ് ആൻഡ് ടുക്ക് ദ കൈറ്റ്. അമ്മ സ്പാരോ എന്ത് ചെയ്തു? പറന്ന് ചെന്ന് ആ പട്ട എടുത്തു. ഡിയർ ഹിയർ ഈസ് യുവർ കൈറ്റ്. എന്നിട്ട് അവന് കൊടുത്തു അല്ലേ. ഡിയർ, ഇതാണ് നിൻ്റെ പട്ട എന്ന് പറഞ്ഞ് കൊടുത്തു. ബേബി സ്പാരോ ഈസ് ഹാപ്പി അഗെയിൻ. ബേബി സ്പാരോ അങ്ങനെ വീണ്ടും സന്തോഷത്തിലായി. എന്നിട്ട് ബേബി സ്പാരോ എന്താ പറയുന്നത്? വൺ ഡേ ഐ ടു വിൽ ഫ്ലൈ ലൈക്ക് യു. ഒരു ദിവസം ഞാൻ അമ്മയെ പോലെ പറക്കുമെന്ന് പറയാണ് അല്ലേ. ഇനി ഇവിടെ എന്താണ്? കംപ്ലീറ്റ് ദ ഡയലോഗ്സ്. ഇവിടെ കൊടുത്ത ഡയലോഗ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഐ ക്യാൻ ഓൺലി, സ്നേക്കിൻ്റെത് എന്താണ്? ഇഴയാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പം ക്രോളാണ്. പിന്നെ ഐ കാണ്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല. ഐ ക്യാൻ ഡാഷ്, എന്താണ്? മീനുകൾക്ക് എന്താ കഴിയുക? സ്വിം ആണ് അല്ലേ, നീന്താനാണ് കഴിയുക. പിന്നെ റാബിറ്റ് എന്താ പറയുന്നത്? ഐ കാണ്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല. പിന്നെ എന്താ കഴിയുക? ഐ ക്യാൻ ഓൺലി ഹോപ്പ് അല്ലേ. അപ്പോൾ അവിടെ ഐ ക്യാൻ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു? നടക്കാൻ കഴിയുന്നവർ അല്ലേ, പറക്കാൻ കഴിയുന്നവർ ആരാണ്, പറക്കാൻ കഴിയാത്തവരാരാണ്. അപ്പോൾ പശു പോലുള്ള ജീവികൾ എന്താണ്? നടക്കാൻ കഴിയുന്നവരാണ്. പാമ്പ് പോലുള്ള ജീവികൾ ഇഴയുന്നവരാണ്. പിന്നെ മുയലൊക്കെ എന്താണ്? ചാടി ചാടിയാണ് അല്ലേ പോവുക. പിന്നെയോ പക്ഷികളാണ്, ബേർഡ്സ് ആണ് പറക്കുന്നവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റ് ക്ലാസ്സുകളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.